നൽകിയ ഒരു ഉപദേശമല്ല, ഒരു മിററാണ്. നിനക്ക് തന്നെ നിനക്കുള്ളില് നിന്നെ കാണാൻ സഹായിക്കുന്ന മിറർ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്ക് കഴിവുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ പിന്നിലാകുന്നത്? അതേസമയം കഴിവ് കുറവായിട്ടും ചിലർ എങ്ങനെ മുന്നിലെത്തുന്നു? ഇതിന്റെ ഉത്തരം ഭാഗ്യത്തിലല്ല, വിധിയിലല്ല, മനുഷ്യ മനസ്സിലാണ്. ഇന്നത്തെ സൈക്കോളജി ബുക്സ്, മൈൻഡ് എക്സ്പേർട്സ്, ബിഹേവിയർ അനാലിസ്റ്റ് ഇവരെല്ലാം ഇന്ന് പറയുന്ന പല കാര്യങ്ങളും 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ പഠിപ്പിച്ചിരുന്നു. ഇദ്ദേഹമാണ് ചാണക്യൻ. ചാണക്യൻ ഒരു രാജഗുരുവായിരുന്നു. പക്ഷെ അദ്ദേഹം പഠിച്ചത് രാജാക്കളെ മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തെ ആയിരുന്നു. ഈ വീഡിയോ ഒരു കഥയല്ല, ഒരു ചരിത്ര പാഠവുമല്ല. ഇത് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോയാണ്. സോ വാച്ച് ദിസ് വീഡിയോ ഫുൾ. ചാണക്യൻ ഒരിക്കലും എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ അവന്റെ വാക്കുകളിൽ നിന്നല്ല, അവന്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കണം. അദ്ദേഹം വിശ്വസിച്ചത് ഇമോഷൻസിൽ അല്ല, പാറ്റേൺസിൽ ആയിരുന്നു. ഒരു മനുഷ്യൻ എപ്പോൾ സംസാരിക്കുന്നു, എപ്പോൾ മൗനം പാലിക്കുന്നു, അധികാരം കിട്ടുമ്പോൾ മാറുന്നുണ്ടോ, നഷ്ടം വരുമ്പോൾ സത്യസ്വഭാവം കാണിക്കുന്നുണ്ടോ, ഇതെല്ലാം ചാണക്യൻ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്തു. അതിനാലാണ് അർത്ഥശാസ്ത്ര വെറും ഒരു ഭരണഗ്രന്ഥമല്ല, അത് ഹ്യൂമൻ ബിഹേവിയർ മാനുവൽ ആണ്. നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നു, ബുദ്ധിയുള്ളവൻ വിജയിക്കുന്നവൻ എന്നാണ്. പക്ഷേ ചാണക്യൻ അത് വിശ്വസിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ബുദ്ധി മാത്രം മതിയാകില്ല, ബുദ്ധിയെ നിയന്ത്രിക്കുന്ന മനസ്സാണ് പ്രധാനപ്പെട്ടത്. ഒരു മനുഷ്യന് നോളജ് ഉണ്ടാകാം, പക്ഷേ അവൻ തന്റെ ഇമോഷൻസ് നിയന്ത്രിക്കാത്ത പക്ഷം അത് അവനെ തന്നെ നശിപ്പിക്കും. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ ഇത് കാണുന്നില്ലേ? വളരെ ടാലന്റഡ് ആയ ആളുകൾ, പഠിച്ചവർ, കഴിവുള്ളവർ, എന്നിട്ടും ദേഷ്യം കൊണ്ട്, ഈഗോ കൊണ്ട് സ്വന്തം ജീവിതം തന്നെ തകർക്കുന്നു. ചാണക്യൻ പഠിപ്പിച്ചത് ഇതാണ്: മൈൻഡ് വിൻസ് ബിഫോർ ഇന്റലിജൻസ്. ചാണക്യൻ പറഞ്ഞത്, ഭയം സ്നേഹത്തെക്കാൾ ശക്തമാണ്. കാരണം എന്ത്? സ്നേഹമുണ്ടെങ്കിൽ അവിടെ ചോയ്സ് ഉണ്ട്, ഭയമുണ്ടെങ്കിൽ അവിടെ ഒബീഡിയൻസ് ആണ്. ഇന്ന് നമ്മൾ ഇത് കാണുന്നില്ലേ? ഓഫീസിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഫിയർ മനുഷ്യനെ നിയന്ത്രിക്കും. ചാണക്യൻ പറയുന്നു, ആവശ്യമുണ്ടാക്കുന്നവൻ അടിമയാകാൻ തയ്യാറാകും. നല്ല മനുഷ്യർ പോലും പണം, സ്ഥാനം, പവർ ഇവ വന്നാൽ മാറുന്നത് നമ്മൾ കാണാറില്ലേ? ഗ്രീഡ് മനുഷ്യനെ ബ്ലൈൻഡ് ആക്കും. അഹങ്കാരം, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ്. ചാണക്യൻ പറയുന്നു, അഹങ്കാരം ബുദ്ധിയെ കൊല്ലും. ബുദ്ധിയുള്ള മനുഷ്യൻ പോലും ഈഗോയിൽ വീണാൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. ഈഗോ വിസ്ഡമിനെ നശിപ്പിക്കും. ഭയം, ഇത് നമ്മൾ സാധാരണയായി നെഗറ്റീവായി മാത്രം കാണുന്നു. പക്ഷെ ചാണക്യൻ ഭയത്തെ ഒരു സൈക്കോളജിക്കൽ ടൂളായി കണ്ടു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ ഭയപ്പെടുന്നത് നഷ്ടപ്പെടാനിടയുള്ളതിനെ ആണ്. ഇപ്പോൾ ചിന്തിക്കൂ, ജോബ് നഷ്ടപ്പെടുമോ എന്ന ഭയം, റെസ്പെക്ട് നഷ്ടപ്പെടുമോ എന്ന ഭയം, ബന്ധം തകരുമോ എന്ന ഭയം. ഈ ഭയങ്ങളാണ് നമ്മളെ പലപ്പോഴും മിണ്ടാതിരിപ്പിക്കുന്നത്, അനീതിയെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ചാണക്യൻ പറയുന്നു, നിന്റെ ഭയം ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവർ നിന്നെ നിയന്ത്രിക്കും. അതിനാലാണ് സെൽഫ് അവെയർനെസ് അത്രയും ഇമ്പോർട്ടന്റ് ആകുന്നത്. ചാണക്യൻ വളരെ ശക്തമായി പറഞ്ഞ ഒരു വാക്കുണ്ട്: മൗനം അഹങ്കാരത്തെ തകർക്കും. നമ്മൾ എന്തു ചെയ്യുന്നു? ഉടൻ റിപ്ലൈ, ഉടൻ റിയാക്ഷൻ, ഉടൻ എക്സ്പ്ലനേഷൻ. പക്ഷെ ചാണക്യൻ പറഞ്ഞു, കാത്തിരിക്കൂ, കാണൂ, മനസ്സിലാക്കൂ. മനുഷ്യർ അധികം സംസാരിക്കുമ്പോൾ അവന്റെ ഇൻസെക്യൂരിറ്റി പുറത്തു വരുന്നു. നിങ്ങൾ മൗനം പാലിച്ചാൽ മറ്റുള്ളവർ തന്നെ തുറന്നു കാണിക്കും. ഇതാണ് സൈക്കോളജിക്കൽ പവർ ഓഫ് സൈലൻസ്. നമ്മൾ പലപ്പോഴും പറയും, അവൻ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ചാണക്യൻ പറയും, അവൻ മാറിയതല്ല, അവസരം കിട്ടിയപ്പോൾ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതാണ്. ഗ്രീഡ് മനുഷ്യനെ ഒറ്റയടിക്ക് മോശമാക്കുന്നില്ല, അത് പതുക്കെ പതുക്കെ അവനെ ബ്ലൈൻഡ് ആക്കും. ചെറിയ കോംപ്രമൈസ്, പിന്നെ വലിയ കോംപ്രമൈസ്, ഒടുവിൽ കോൺഷ്യസ് പോലും ഇല്ലാതാക്കും. ഇതാണ് ഗ്രീഡ് സൈക്കോളജി.
ചാണക്യൻ ഇമോഷൻസ് നിഷേധിച്ചില്ല. അദ്ദേഹം പഠിപ്പിച്ചത് ഇമോഷൻ കൺട്രോൾ ആണ്. ദേഷ്യത്തിൽ ഡിസിഷൻ എടുക്കരുത്. അറ്റാച്ച്മെന്റ് ബ്ലൈൻഡ് ആക്കും. കമ്പാഷൻ വേണം, പക്ഷെ ബൗണ്ടറിയോടെ. ഇന്നത്തെ സൈക്കോളജി വിളിക്കുന്നത് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ ശക്തരാകുന്നത് ശബ്ദം ഉയർത്തുമ്പോഴല്ല, കാം ആയിരിക്കുമ്പോഴാണ്. ചാണക്യന്റെ ചില നിയമങ്ങൾ: എല്ലാവരോടും എല്ലാം പറയരുത്, വാക്കുകൾ വിശ്വസിക്കരുത്, പ്രവർത്തനം നോക്കൂ, റെസ്പെക്ട് ചോദിക്കരുത്, ഏൺ ചെയ്യൂ, റിയാക്ഷൻ അല്ല റെസ്പോൺസ് തിരഞ്ഞെടുക്കൂ. സെൽഫ് കൺട്രോൾ ആണ് റിയൽ പവർ. ഇന്ന് നമ്മൾ വീഴുന്നത് കൂടുതലുമായിട്ടും ഓവർ ഷെയറിംഗ്, ഫേക്ക് വാലിഡേഷൻ, ഇമോഷണൽ മാനിപ്പുലേഷൻ. ചാണക്യൻ പറഞ്ഞത്, സ്വയം ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കും. നമ്മൾ പലപ്പോഴും ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നു. പക്ഷെ ചാണക്യൻ സപ്രഷൻ പഠിപ്പിച്ചില്ല. അദ്ദേഹം പഠിപ്പിച്ചത് ഡയറക്ഷൻ ആണ്. ദേഷ്യമുണ്ടാകാം, സാഡ്നെസ് ഉണ്ടാകാം, അറ്റാച്ച്മെന്റ് ഉണ്ടാകാം. പക്ഷേ ഡിസിഷൻ എടുക്കുമ്പോൾ ഇമോഷൻ സ്റ്റിയറിംഗ് വീലിൽ ഇരിക്കരുത്. ഇമോഷൻ എപ്പോഴും പാസഞ്ചർ ആയിരിക്കണം, ഡ്രൈവർ ആയിരിക്കരുത്. ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ പലപ്പോഴും ശത്രുവിനെ പുറത്താണ് അന്വേഷിക്കുന്നത്. പക്ഷേ ചാണക്യൻ പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ ഉള്ളിലാണ്. നിന്റെ ഈഗോ, നിന്റെ ഫിയർ, നിന്റെ അൺകൺട്രോൾഡ് ഇമോഷൻസ്. ഇവയെ ജയിച്ചാൽ നിനക്ക് ആരെയും തോൽപ്പിക്കേണ്ടതില്ല. നീ തന്നെ ശക്തനാകും. ഈ വീഡിയോ ഒരു ഉപദേശമല്ല, ഒരു മിററാണ്. നിനക്ക് തന്നെ നിനക്കുള്ളിലെ നിന്നെ കാണാൻ സഹായിക്കുന്ന മിറർ. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻഫോർമേഷൻ ഓവർലോഡിലാണ്. എല്ലാവരും എക്സ്പെർട്ട്, എല്ലാവർക്കും ഒപ്പീനിയൻ, എല്ലാവരും അഡ്വൈസ്. ചാണക്യൻ പറഞ്ഞത് സിമ്പിളാണ്: എല്ലാവരെയും കേൾക്കൂ, പക്ഷേ തീരുമാനമെടുക്കുമ്പോൾ നിന്റെ മനസ്സിനെ മാത്രം കേൾക്കൂ. അവയർനെസ് ഉണ്ടെങ്കിൽ മാനിപ്പുലേഷൻ നടക്കില്ല. ഈ വീഡിയോ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ജീവിതയാത്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു യാത്രയാണ്. Love you all. Be happy.